ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്ത്രീകളിൽ കാണപ്പെടുന്ന ഒരുതരം ഹെയർ ലോസിനെ പറ്റിയിട്ടാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഒരുപാട് ആൾക്കാർ എന്റെ ഹെയർ ലോസിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പ്രത്യേകിച്ചും സ്ത്രീകളിൽ കാണപ്പെടുന്ന ഹെയർ ലോസിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. സ്ട്രെസ്, ജെനറ്റിക്സ്, അല്ലെങ്കിൽ നമ്മളെ ഹോർമോണൽ ചേഞ്ച്, അങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ട്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസിനെ പറ്റിയിട്ടാണ്. അതായത് സ്ത്രീകളിൽ കൂടുതലും കാണപ്പെടുന്ന ഓൾമോസ്റ്റ് 40-50% സ്ത്രീകളും ലോകത്ത് മൊത്തം ഈ ഒരു കണ്ടീഷൻ സഫർ ചെയ്യുന്നുണ്ട്. ഇത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ക്രൗൺ ഏരിയയിൽ നമ്മുടെ ഹെയർ ലോസ് ചെയ്യും. അപ്പം നമുക്ക് കംപ്ലീറ്റ്ലി നമ്മൾ മൊട്ടയാവോ അല്ലെങ്കിൽ നമുക്ക് അവിടെ കഷണ്ടി അങ്ങനെ ഉണ്ടാവില്ല, പക്ഷെ തിന്നിങ് ഉണ്ടാവും. അതായത് കുറച്ച് മുടിയൊക്കെ ഉണ്ടാവുള്ളൂ, അവിടെ നമ്മുടെ ഹെയറിന്റെ തിക്നെസ് ഒക്കെ നന്നായിട്ട് കുറയും. ഇതിനാണ് നമ്മൾ ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് എന്താ റീസൺസ് എന്ന് വെച്ചാൽ കൂടുതലായിട്ട് ഇതിന് പറയുന്നത് നമ്മൾ ജെനറ്റിക്സ് ആണ്. പക്ഷെ ജെനറ്റിക്സ് എന്ന് പറയുമ്പോൾ അച്ഛനുള്ളത് കൊണ്ട് നിങ്ങൾക്ക് വരണം അങ്ങനെയല്ല, പോളിജെനറ്റിക്സ് ആണ്. അതായത് വീട്ടിൽ ഒരുപാട് പേർക്ക് ഉണ്ടെങ്കിലായിരിക്കും മോസ്റ്റ്ലി അത് ഒരാൾക്ക് എന്നാലേ നമുക്ക് ഒന്നിൽ കൂടുതൽ ആൾക്കാർക്കൊക്കെ ഉണ്ടെങ്കിൽ കോമൺ ആയിട്ട് എല്ലാവർക്കും വരാൻ ചാൻസ് ഉണ്ട്. പറഞ്ഞ മനസ്സിലായി. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ പറയത്തില്ല, അച്ഛനുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും വരെ ഡയബറ്റിക്, ഇപ്പൊ ചിലപ്പോൾ അച്ഛനില്ലെങ്കിൽ അപ്പനമ്മ അങ്ങനെ വരില്ല. ഇത് അങ്ങനെയല്ല, ഇത് കണ്ടിന്യൂസ് ഒരു ചെയിൻ ആയിട്ട് നമുക്കത് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു ടൈപ്പ് ഹെയർ ലോസ് ജെനറ്റിക്സ് വഴി വന്നതെന്ന് പറയാൻ പറ്റും. പിന്നെ ആണുങ്ങളിലോട്ട് എടുക്കുകയാണെങ്കിൽ അവർക്കും ഇങ്ങനെ ഒരു ഹെയർ ലോസ് ഉണ്ട്. പക്ഷെ അവർക്ക് ആൻഡ്രോജൻ എന്ന് പറയുന്ന ഹോർമോൺ കാരണമാണ് ഉണ്ടാവുന്നത്. അതായത് നമ്മൾ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിലെ ടെസ്റ്റോസ്റ്റിറോൺ എന്നൊക്കെ ഈ ഹോർമോണിന്റെ അണ്ടറിൽ വരുന്ന ആൾക്കാരാണ്. അപ്പൊ ഇത് ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതിന്റെ വർക്ക് ഓവറായിട്ട് ഡൺ ചെയ്യുമ്പോൾ ആണുങ്ങൾക്ക് കൂടുതലായിട്ട് ഹെയർ ലോസ് ഉണ്ടാവുന്ന. സ്ത്രീകൾക്കും ടെസ്റ്റോസ്റ്റിറോൺ ഉണ്ട്, പക്ഷെ കുറച്ച് അളവിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. പക്ഷെ സ്ത്രീകൾക്ക് അത് കാരണമാണോ എന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ്ലി അത് പ്രൂവ് ചെയ്തിട്ടില്ല. പക്ഷെ സ്റ്റിൽ ഒരു എന്ന് വെച്ചാൽ സംഭവം എന്ന് വെച്ചാൽ ആണുങ്ങളിൽ ഈ ഒരു കണ്ടീഷനുള്ള ആണുങ്ങൾ ഹെയർ ലോസിന് വേണ്ടി ട്രീറ്റ് ചെയ്യുന്ന മരുന്ന് വെച്ചിട്ട് നമുക്ക് പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ സ്ത്രീകൾക്കും ട്രീറ്റ് ചെയ്യുമ്പോൾ മാറുന്നുണ്ട്. അപ്പൊ അതും ഒരു കാരണമായിട്ട് മാറുന്നുണ്ട് എന്ന് പറയാൻ പറ്റും. അതും പിന്നെ അതിന്റെ കൂടെ വേറെ റീസൺസ് ഒക്കെ വരുന്നതുകൊണ്ടാണ് സ്ത്രീകൾക്ക് കൂടുതലായിട്ടും ഈ ഒരു ടൈപ്പ് ഹെയർ ലോസ് വരുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമുക്കിത് എങ്ങനെ നമുക്ക് ഈ ഒരു ഹെയർ ലോസ് കുറയ്ക്കാന്നുള്ളതിനെ പറ്റിയിട്ടാണ്. എപ്പോഴും ശ്രദ്ധിക്കുക, എല്ലാവർക്കും പറയുന്ന എല്ലാ കാര്യവും ഒരുപോലെ വർക്ക് ചെയ്യണം എന്നില്ല. ചിലവർക്ക് ചിലത് വർക്ക് ചെയ്യും, ചിലവർക്ക് ചിലത് വർക്ക് ചെയ്യത്തില്ല. അങ്ങനെയാണ് വരുന്നത്. ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, ഇത് നിങ്ങളുടെ ഹെയർ ലോസ് എന്തുകൊണ്ടാണ്. സ്ട്രെസ് കൊണ്ടോ അല്ലെങ്കിൽ തൈറോയ്ഡ് ഡെഫിഷ്യൻസി കൊണ്ടോ അല്ലെങ്കിൽ വേറെ വെയിറ്റ് ലോസ് കൊണ്ടോ. നമുക്ക് വെയിറ്റ് ലോസ് വരുമ്പോഴത്തേ, അതായത് നമ്മൾ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചിരിക്കുന്നു, ഇപ്പം സഡൻ ആയിട്ട് വെയിറ്റ് ലോസ് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഹെയർ ലോസ് വരാം. ഇതൊന്നും കൊണ്ടല്ല എന്ന് മനസ്സിലാക്കുക. ഇത് ഈ ഒരു ഹോർമോൺ ഈ ഞാൻ പറഞ്ഞ രീതിക്കുള്ള ഒരു ഹെയർ ലോസ് ആണെങ്കിൽ നമുക്ക് ആണെന്ന് കൺഫേം ചെയ്യുക. അതിനുശേഷം പിന്നെ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി അല്ലാന്നും വരത്തെ. ഇപ്പൊ എനിക്കൊക്കെ കൊറോണ കഴിഞ്ഞതിന് ശേഷം വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി നന്നായിട്ട് ഹെയർ ലോസ് ഉണ്ടായി. ഞാൻ വിചാരിച്ചോ ഇത് ഫീമെയിൽ പാറ്റേൺ ഏജ് ആയില്ലെങ്കിൽ ഞാൻ എനിക്ക് അത് തന്നെയാണ് കൺഫേം ചെയ്തത്. അപ്പം അതല്ല എന്നൊന്നും നമ്മൾ കൺഫേം ചെയ്യും. വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ആണെങ്കിൽ അതിന് സപ്ലിമെന്റ്സ് എടുക്കുക. അതല്ലാണ്ട് ഈ ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസ് ആണോ എന്ന് കൺഫേം ആയി നിങ്ങൾക്ക് ഉറപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനോക്സിഡിൽ യൂസ് ചെയ്യാം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ അല്ലാണ്ട് മിനോക്സിഡിൽ യൂസ് ചെയ്തൂടെ. അതൊരു അത് സ്റ്റിൽ ടോപ്പിക് ആണ്. പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് നമുക്ക് യൂസ് ചെയ്യാം. ഒരു 5% വരെ 5% ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് തന്നെ ഇന്ത്യയിൽ യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. പുറത്തുള്ള രാജ്യങ്ങൾ FDA USA ഒക്കെ FDA അപ്രൂവ് ആണ്. കൗണ്ടർ ടോപ്പ് ആയിട്ട് നമുക്ക് മിനോക്സിൽ വാങ്ങിക്കുന്നത് കുഴപ്പമില്ല. ഇത് മിനോക്സിൽ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഹെയറിന്റെ സ്കാൽപ്പിൽ ബ്ലഡ് സർക്കുലേഷൻ കിട്ടും. അതായത് വാസോഡൈലേഷൻ എന്ന് പറയുന്നത് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്ന ബ്ലഡ് വെസൽസിൽ അതിനൊക്കെ ഒന്ന് ഡയലേറ്റ് ചെയ്യും. അപ്പം ബ്ലഡ് സപ്ലൈ കൂടും. അങ്ങനെ ന്യൂട്രീഷൻ നമ്മുടെ സ്കാൽപ്പിലോട്ട് എത്തി നമുക്ക് ഹെയർ ലോസ് ഉണ്ടാവുകയും ഹെയർ ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് മിനോക്സിഡിൽ നമുക്ക് വർക്ക് ചെയ്യും. അടുത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ മിനോക്സിഡിൽ ഇപ്പൊ യൂസ് ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ ചിലവർക്ക് അറിയാം, ഫസ്റ്റ് ഒരു ഇനിഷ്യൽ സ്റ്റേജ് നമുക്ക് നന്നായിട്ട് ഹെയർ ലോസ് ഉണ്ടായിട്ടാണ് പിന്നെ ഒരു ഹെയർ ഗ്രോത്ത് ഉണ്ടാകും. നമ്മൾ റെറ്റിനോളൊക്കെ യൂസ് ചെയ്യാൻ പറയത്തില്ലേ, ഫസ്റ്റ് നമുക്കൊരു ഭയങ്കര ഒരു സിവിയർ കേസിൽ നമ്മൾ എത്തിച്ചിട്ടാണ് പിന്നെ ശരിയായിട്ട് നെഗറ്റീവ് പൊസിഷനിലോട്ട് വലിച്ചിട്ടാണ് ഇവർ വിടുന്നത്. അപ്പൊ ആ ഒരു ഫസ്റ്റ് ഹെയർ ലോസ് ഉണ്ടായിട്ട് പിന്നെ നമുക്ക് ഹെയർ ഗ്രോത്ത് ഫീൽ ചെയ്യത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരു 3 മാസം 2 ആഴ്ച യൂസ് ചെയ്തിട്ട് അതിന്റെ ഫലം പ്രതീക്ഷിക്കരുത്. മിനിമം നമ്മളൊരു 6 months to 1 year അതിനൊരു ടൈം ഡ്യൂറേഷൻ കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ പ്രോപ്പർ റിസൾട്ട് കിട്ടത്തുള്ളൂ. പിന്നെ ഞാൻ എടുത്തു പറയുന്നത്, എല്ലാവർക്കും മിനോക്സിഡിൽ വർക്ക് ചെയ്യണം എന്നില്ല. ചില ആൾക്കാർക്ക് മിനോക്സിഡിൽ വർക്ക് ചെയ്യും. നമുക്ക് നമ്മൾ ഫേസിൽ സെറം യൂസ് ചെയ്ത് വിറ്റാമിൻ സി സെറം യൂസ് ചെയ്യുന്ന കണക്കോ അല്ലെങ്കിൽ റെറ്റിനോൾ യൂസ് ചെയ്യുന്ന കണക്കോ ഫലം നമുക്ക് ഇങ്ങനത്തെ സിറ്റുവേഷനുകളിൽ
ഉണ്ടാവണം എന്നില്ല. കാരണം നമ്മൾ ഹെയർ ഫോളിക്കിൾസ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റത്തില്ല. ഈ ചില സമയത്ത് ഈ ഒരു ടെസ്റ്റോസ്റ്ററോൺ കാരണം ഉണ്ടാകുന്ന ഹെയർ ലോസ് അല്ലെങ്കിൽ ആൻഡ്രോജൻ കാരണം ഉണ്ടാകുന്ന ഹെയർ ലോസ് നമ്മൾ ഫോളിക്കിൾസ് കംപ്ലീറ്റ്ലി നശിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ആണുങ്ങൾക്ക് ഓയിലി സ്കിൻ ആവാനുള്ള കാരണം അവരുടെ ഹോർമോണൽ ചേഞ്ച് ആണ്. കാരണം ഈ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ ഒരുപാട് സെബം പ്രൊഡ്യൂസ് ചെയ്യും. ഇത് കാരണം തന്നെ നമുക്ക് മോക്കുരു വരും. ഇത് കാരണം തന്നെ നമുക്ക് ഹെയർ ഗ്രോത്തും ഉണ്ടാവും. പക്ഷെ അതുപോലെ ഹെയർ ലോസും ഇത് കാരണം ഉണ്ടാവും. കാരണം ആ ഒരു ഹെയർ ലോസ് ആണ് നമുക്ക് ഹെയർ തിന്നിങ് ആയിട്ട് ഫീൽ ആവുന്നത്. അപ്പൊ അത് തന്നെ നമ്മൾ ഫീമെയിൽസിന് കുറച്ച് എമൗണ്ട് ടെസ്റ്റോസ്റ്ററോൺ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ടൈപ്പ് ഹെയർ ലോസ് വരുന്നത്. അപ്പോൾ കംപ്ലീറ്റ്ലി നമുക്ക് ഈ മിനോക്സിഡിൽ യൂസ് ചെയ്ത് മാറ്റണമെന്നില്ല. കാരണം ചില കേസിൽ നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് കംപ്ലീറ്റ്ലി ഡാമേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാം. കാരണം സാധനം വളർന്നു വരാനായിട്ട് അവിടെ ഹെയർ ഫോളിക്കിൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. അപ്പൊ അതുകൊണ്ടാണ് മിനോക്സിൽ എല്ലാവർക്കും വർക്ക് ചെയ്യത്തില്ല എന്ന് ഞാൻ പറയുന്നത്. പിന്നെ ലേസർ തെറാപ്പീസ് ഉണ്ട്, ലോ ഫ്രീക്വൻസി ലേസർ തെറാപ്പീസ് ഉണ്ട്, PRP ഉണ്ട്, മൈക്രോ നീഡിലിംഗ് ഉണ്ട്. ചില സമയത്ത് PRP മൈക്രോ നീഡിലിംഗ് ഒരുമിച്ചൊക്കെ ചെയ്തിട്ട് നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാം. പക്ഷെ ഇതൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ സംഭവം ഇപ്പോൾ നമുക്ക് ഒരുപാട് പേര് സർട്ടിഫൈഡ് അല്ലാത്ത ആൾക്കാരും ഇത് ട്രീറ്റ്മെന്റ് ആയിട്ട് നടത്തി കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട്, ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്തോ സർട്ടിഫൈഡ് എസ്തെറ്റീഷ്യന്റെ അടുത്തോ ഒക്കെ പോയിട്ട് വേണം അത് ട്രീറ്റ് ചെയ്ത് മാറ്റാനായിട്ട്. അല്ലാണ്ട് നിൽക്കുന്നത്. കാരണം ഇതൊക്കെ ബ്ലഡുമായിട്ട് കളഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവർ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടത്തില്ല, നമുക്ക് സൈഡ് എഫക്ട്സ് ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു ഹെയർ ലോസ് എന്താണെന്ന് കംപ്ലീറ്റ്ലി മനസ്സിലാവത്തില്ല. എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ തലയുടെ ഈ ഒരു ക്രൗൺ ഏരിയയില്ലേ, ഈ ഒരു ഉച്ചി ഭാഗം, അവിടെ ആയിരിക്കും നമുക്ക് ഈ ഹെയർ ലോസ് കൂടുതലും കാണുന്നത്. അതായത് നമ്മുടെ ഹെയറിന്റെ തിക്നെസ് ഭയങ്കര കുറഞ്ഞു വരും, ഭയങ്കര തിന്നായിട്ട് വരും. അത് മാത്രമല്ല ഹെയർ ഫോളിക്കിൾസിന് തീരെ ഹെയർ ഉണ്ടാവാനൊന്നും പോണില്ല. ലൈക്ക് നമുക്ക് അറിയാൻ പറ്റും, നല്ല രീതിയിൽ നമുക്ക് സ്കാൽപ്പ് കാണാൻ പറ്റും. ആ ഒരു ടൈപ്പ് ഹെയർ ലോസിനാണ് നമ്മൾ ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ മൊത്തത്തിൽ മുടി മൊത്തത്തിൽ മുടി പോകുന്നില്ല, എവിടെയെങ്കിലും ഒക്കെ ക്വസ്റ്റ്യൻ മാർക്കുകളൊക്കെ കുറച്ച് മുടി കാണും. അപ്പൊ അതാണ് ആ ഒരു ഹെയർ ലോസ് നമ്മൾ മനസ്സിലാക്കാൻ കുറച്ചുകൂടി ഈസി. പിന്നെ വളരെ ചങ്കിയായിട്ട് നല്ല രീതിക്ക് നമുക്ക് ഹെയർ ലോസ് ഫീൽ ചെയ്യുകയും ചെയ്യും. പക്ഷേ മറ്റടുത്താണെങ്കിൽ നമ്മൾ സാധാരണ ഡെഫിഷ്യൻസി ഹെയർ ലോസ് അല്ലെങ്കിൽ ഹെയറിന്റെ തിക്നെസ് ഇല്ലാത്ത കാരണം പൊട്ടി വരികയാണെങ്കിൽ നമുക്ക് ആ പൊട്ടൽ മനസ്സിലാക്കും. 1, 2 അധികം തിന്നിങ് നമുക്ക് സ്കാൽപ്പിലോട്ട് അധികം ഒരു ഹെയർ ലോസ് ഫീൽ ചെയ്യത്തില്ല. പക്ഷെ എന്നാൽ ഹെയർ ലോസ് ഉണ്ടാവുകയും ചെയ്യും. അടുത്താണ് ഇങ്ങനെ ഒരു ടൈപ്പ് ഹെയർ ലോസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും സപ്ലിമെന്റ്സ്, ഇൻടേക്ക് ആയിട്ട് സപ്ലിമെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ അത് ഫലിക്കുമെന്ന്. ഇൻടേക്ക് ആയിട്ട് സപ്ലിമെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഫലിക്കും. പക്ഷെ നമ്മൾ ഡയറക്റ്റ്ലി മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങിക്കുന്ന സപ്ലിമെന്റ്സ് അല്ല, ഈ ഹോർമോൺസിന്റെ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്ന ടൈപ്പ് സപ്ലിമെന്റ്സ് ആണ്. പക്ഷെ അതൊരിക്കലും നമുക്ക് അങ്ങനെ വാങ്ങിക്കാൻ പറ്റത്തില്ല. ഇതാണെന്ന് കൺഫേം ആയിട്ട് അത് എക്സസീവ് ആണ് എന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ പോയി കണ്ടിട്ട് നമ്മൾ ചോദിച്ചാൽ മാത്രമേ, ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ സപ്ലിമെന്റ്സ് കഴിക്കാൻ പറ്റും. പിന്നെ അല്ലാണ്ട് ഈ ബയോട്ടിൻ ഗമ്മീസ് അല്ലെങ്കിൽ ബയോട്ടിന്റെ പൊടി ഇതൊന്നും കഴിച്ച് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ആ ഹെയർ ലോസ് മാറാൻ പോകുന്നില്ല. ഒന്നാമത്തെ. രണ്ടാമത്തെ, നമ്മൾ ഈ ഒരു കണ്ടീഷൻ ട്രീറ്റ് ചെയ്യാതെ ഇടുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് നല്ല രീതിയിൽ ഹെയർ ലോസ് ഉണ്ടാവും. പിന്നെ വേറെ ട്രീറ്റ്മെന്റിലോട്ടൊക്കെ പോകേണ്ടി വരും. അപ്പൊ അതൊന്നും എപ്പോഴും മനസ്സിൽ വെക്കാൻ. നിങ്ങൾക്ക് ഇങ്ങനത്തെ ടൈപ്പ് ഹെയർ ലോസ് ഒക്കെ ആണെങ്കിൽ, ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസോ അല്ലെങ്കിൽ ആണുങ്ങളോ അലപ്പീഷ്യോ ഒക്കെ ആണെങ്കിൽ മസ്റ്റായിട്ടും അത് ഏർലി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഡോക്ടറിനെ കാണുകയോ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ചെറിയ രീതിയിൽ മിനോക്സിഡിൽസ് യൂസ് ചെയ്ത് തുടങ്ങിയെന്നതോ ആണ് ഏറ്റവും ബെസ്റ്റ്. കാരണം എന്ന് വെച്ചാൽ ഒരു പോയിന്റ് കഴിഞ്ഞ് നമ്മൾ ഹെയർ ഫോളിക്കിൾസ് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം പിന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയയിലോട്ട് പോകേണ്ടി വരും. ഭയങ്കര കോസ്റ്റ്ലിയാണ് നമുക്കറിയാം. അത്രയും കോസ്റ്റ്ലിയിലോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പൊ അത്രയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, ഡാൻഡ്രഫ്, തൈറോയ്ഡ് ഡെഫിഷ്യൻസി, അതല്ല എന്നുണ്ടെങ്കിൽ സ്ട്രെസ്, അല്ലെങ്കിൽ നമ്മുടെ പ്രഗ്നൻസിക്ക് ശേഷമുള്ള ഹെയർ ലോസ്, ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മിനോക്സിൽ വർക്ക് ചെയ്യും. ബട്ട് സ്റ്റിൽ അതാണ്, ഇതൊന്നും തെറ്റിദ്ധരിക്കരുത്. കാരണം ഇത് രണ്ടും എക്സ്ട്രീംലി ഡിഫറെന്റ് ആണ്. വേറെ ഇപ്പൊ ഡാൻഡ്രഫ് ഒക്കെ ആണെങ്കിൽ ഡാൻഡ്രഫിന്റെ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിപ്പം വെറുതെ സ്ട്രെസ്, പിന്നെ ഇതാണോ എന്ന് വിചാരിച്ച് സ്ട്രെസ്സിന്റെ കൂടിയുള്ള ഹെയർ ലോസ് ഉണ്ടാക്കും. അതൊന്നും വേണ്ടായിട്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം നമ്മുടെ ഹെയർ ലോസിന്റെ റീസൺ എന്താണെന്ന്, എന്നിട്ട് വേണം അതിന് ട്രീറ്റ്മെന്റ് എടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്നത് വെള്ളത്തിൽ വരച്ച വര പോലെ വെറുതെ ആവും. കാരണം ഇപ്പൊ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മിനോക്സിഡിൽ തേച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. കാരണം വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസിയാണ്, ശരീരത്തിൽ ഡെഫിഷ്യൻസി ഉണ്ട്. കാരണം മോസ്റ്റ് ഓഫ് ദി ഫീമെയിൽസിന് ഇപ്പൊ വിറ്റാമിൻ ഡെഫിഷ്യൻസി ഉണ്ട്. സോ അതാണോ എന്നൊന്ന് കൺഫേം ചെയ്യുക. എന്നിട്ട് വേണം ബാക്കി ട്രീറ്റ്മെന്റ്സിനോട്ടൊക്കെ നമ്മളൊന്ന് പോകാൻ വേണ്ടിയിട്ട്.
പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, മിനോക്സിഡിൽ പൂച്ചയൊക്കെ വീട്ടിലുള്ള ആൾക്കാരൊന്ന് ശ്രദ്ധിക്കുക. കാരണം മിനോക്സിഡിൽ നമ്മുടെ പൂച്ചയ്ക്കൊക്കെ റെസ്പിറേറ്ററി ഇഷ്യൂസ് ഉണ്ടാക്കുന്നതായിട്ട് ചില സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ നിങ്ങൾക്ക് ഫർ ബേബീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കൺസിഡർ ചെയ്യുക. കാരണം ഞാൻ അത് കൺസിഡർ ചെയ്യുന്ന ആളാണ്. കാരണം എനിക്ക് വീട്ടിൽ എൻ്റെ പെറ്റിന് എന്തെങ്കിലും വരുന്ന എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് സൈഡ് എഫക്ട്സ് വരാത്ത രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് ഞാൻ ശ്രദ്ധിക്കും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം മോസ്റ്റ് ഓഫ് ദി വീടുകളിൽ ഇപ്പോൾ ഒരു പെറ്റ് എന്തെങ്കിലും ഒരു പെറ്റ് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പൂച്ചയുടെ കാര്യം എടുത്ത് പറഞ്ഞത്. എനിക്കുള്ള പൂച്ചയല്ല, എനിക്കുള്ളത് പട്ടിയും ഹാംസ്റ്റേഴ്സും ആണ്. എനിവേസ്, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഒരുപാട് പേര് ഇപ്പം മിനോക്സിഡിൽ യൂസ് ചെയ്തിട്ട് അറിയത്തില്ല. കാരണം ഇത് നമ്മളെ നാട്ടിലായിരിക്കത്തില്ല ഇത് കൂടുതലായിട്ട് നമ്മൾ അറിയുന്നത്. കാരണം നമ്മൾ ശ്രദ്ധിക്കാറില്ല. പക്ഷെ പുറത്തെ രാജ്യങ്ങളിൽ അവരുടെ പെറ്റ്സിനെയൊക്കെ വന്നപ്പോഴാണ് അതൊന്ന് ശ്രദ്ധിച്ചു തുടങ്ങിയത്. സോ അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് മിനോക്സിഡിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫർ ബേബീസ് ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി നിർത്തിയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. അവർ ചാടിക്കേറി എടുത്ത് തട്ടിയിടാനുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഔട്ട് ഓഫ് ദി കോണ്ടെക്സ്റ്റ് ആണ്, ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇതായിരുന്നു ഹെയർ ലോസിനെ പറ്റിയിട്ടുള്ള വീഡിയോ, പ്രത്യേകിച്ച് ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസിനെ പറ്റിയിട്ടുള്ള വീഡിയോ. പിന്നെ അല്ലാണ്ട് നമ്മൾ ഓൾറെഡി ഹെയർ ലോസിനെ പറ്റിയിട്ടുള്ള വീഡിയോസും അതിനെ എന്തൊക്കെ ചെയ്യാന്നൊക്കെ ഉള്ള സെറത്തിനൊക്കെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഐക്കാർഡിൽ കൊടുക്കാം, ഒന്ന് കയറി കണ്ടു നോക്കുക. ഇതല്ലാന്നുണ്ടെങ്കിൽ അതാണെങ്കിൽ അത് ഹെൽപ്ഫുൾ ആവും. പിന്നെ ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയ്സിലും തേഴ്സ്ഡേയ്സിലും സൺഡേയ്സിലും ഞാൻ വരുന്നതാണ്. പിന്നെ ട്യൂസ്ഡേ ആയിട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മറക്കണ്ട. അത് നമുക്ക് ഇപ്പൊ ഈ ആഴ്ച അടുത്ത ആഴ്ച എന്തായാലും ചെയ്യുന്നതാണ്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണം. ടിൽ ദെൻ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്.